കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള പ്രമുഖനായ പണ്ഡിതനാണ് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാ. മുഹമ്മദ് തഖിയുദ്ദീൻ അൽ ഹിലാലി അൽ മഗ്രിബി റഹിമഹുല്ലാ പ്രസിദ്ധനായ പണ്ഡിതനാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള വലിയ ഭാഷാ പണ്ഡിതനായിരുന്നു, മുഹദ്ദിസായിരുന്നു. ഒരുപാട് രാജ്യങ്ങളിലൂടെ യാത്ര നടത്തി പഠനവും അതുപോലെ തന്നെ ദഅവത്തും പഠിപ്പിക്കലുമായി ജീവിച്ച് മരിച്ചുപോയ മഹാനായ പണ്ഡിതനാണ് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാ. അദ്ദേഹം മരണപ്പെടുന്നത് 1987 ഹിജ്റ വർഷം പരിഗണിക്കുമ്പോൾ 1407 അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം കിതാബ് തൗഹീദ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുള്ള സംസാരമാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് തൗഹീദാണ്. തൗഹീദിൻ്റെ പഠനമാണ് ആദ്യം നടക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ തൗഹീദിൻ്റെ പഠനത്തിൽ നമ്മളെ ഏറെ സഹായിക്കുന്ന പ്രസിദ്ധമായ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് തൗഹീദ് മനസ്സിലാക്കാൻ അള്ളാഹു കാരണമാക്കിയിട്ടുള്ള പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബു തൗഹീദ് അല്ലദി ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ് എന്ന് പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഗ്രന്ഥം. 66 അധ്യായങ്ങളിലായി തൗഹീദ് വിശദമായി സംസാരിക്കുന്ന, പ്രത്യേകിച്ചും തൗഹീദുൽ ഉലൂഹിയ്യ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. അതിൻ്റെ പഠനം, അതിൻ്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ല നടത്തുന്ന സംസാരം ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, കിതാബു തൗഹീദ് ലാ യക്ഫി അൻ തഖറഅഹു മർറതൻ വാഹിദ. കിതാബു തൗഹീദ് നീ ഒരു പ്രാവശ്യം വായിച്ചാൽ മതിയാവുകയില്ല, ഒരിക്കൽ വായിച്ചാൽ പോരാ. കിതാബു തൗഹീദ് ബൽ യംബഗി അൻ തഖറഅഹു ദായിമൻ, നീ അത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. കിതാബു തൗഹീദ് നീ വായിച്ചുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. കുല്ലമാ ഖതംതഹു ബദഅതഹു മിൻ ജദീദിൻ കമാ അഫ്അലു അന, ഞാൻ ചെയ്യുന്നത് പോലെ അതിൻ്റെ വായന തുടങ്ങി നീ അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് വായിച്ചു തുടങ്ങണം. വായന അവസാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് തുടക്കം മുതൽ വായിച്ചു കൊണ്ടേയിരിക്കണം, ഞാൻ ചെയ്യാറുള്ളത് പോലെ. കാരണം ലിഅന്ന അന്നാസ ദായിമൻ ഫി ഹാജത്തിൻ ഇലൈഹി, കാരണം ജനങ്ങൾ എപ്പോഴും അതിലേക്ക് ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ പഠനം നടന്നുകൊണ്ടേയിരിക്കണം. എന്തിന്? ലിയസ്തൈഖിനൽ മുവഹിദു വയസ്ദാദ റുസൂഖ, മുവഹിദ് തൗഹീദുള്ള ആളുകൾക്ക് അതിന് ഒരു ഉറപ്പ് കിട്ടാനും അതിൽ ആഴത്തിലുള്ള അറിവ് അത് വർദ്ധിക്കാനും വേണ്ടി കിതാബു തൗഹീദ്, തൗഹീദിൻ്റെ പഠനം അത് നടത്തിക്കൊണ്ടേയിരിക്കണം. വലിയർജി അൽ മുഷ്രിഖു അൻ ഷിർക്കിഹി, മുഷ്രിഖ് ഷിർക്ക് ചെയ്യുന്ന വ്യക്തി അവൻ്റെ ഷിർക്കിൽ നിന്ന് മടങ്ങി തൗഹീദിലേക്ക് തിരിച്ചു വരാനും വേണ്ടി ഇതിൻ്റെ പഠനം, ഇതിൻ്റെ വായന തുടർന്നുകൊണ്ടേയിരിക്കണം എന്നാണ് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൗഹീദിൻ്റെ പഠനം അത് നിലച്ചു പോകരുത്. അതിൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. അത് നീ വായിച്ച് തുടങ്ങിയത് അവസാനിപ്പിച്ചാൽ വീണ്ടും അത് വായിച്ചുകൊണ്ടേയിരിക്കണം. അത്രയും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഈ പറഞ്ഞിട്ടുള്ള കിതാബു തൗഹീദ്. കാരണം അതിൽ തൗഹീദുമായി ബന്ധപ്പെട്ട ആയാത്തുകളും അതുപോലെ തന്നെ ഹദീസുകളും മഹാന്മാരായ സലഫുകളുടെ അഖ്വാലുകളുമാണ് കിതാബു തൗഹീദിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം, ഈ കിതാബ് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മുവഹിദുകൾക്ക് അവരുടെ അറിവ് വർദ്ധിക്കാനും ഇവിടെ തൗഹീദിൽ ഉറപ്പ് കിട്ടാനും അത് സഹായകമാകും. ഷിർക്കിൽ മുങ്ങിക്കുളിച്ച ആളുകൾക്ക് അവരുടെ ഷിർക്ക് ഉപേക്ഷിച്ച് ശരിയായ ഹക്കിൻ്റെ തൗഹീദിൻ്റെ മാർഗത്തിലേക്ക് വരാനും അത് സഹായകമാകും എന്നാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്, തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാ. അപ്പോൾ തൗഹീദ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ ബാധ്യതയാണ്. അതിന് നമ്മൾക്ക് സഹായകമാകുന്ന ഒരുപാട് കിതാബുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബാണ് കിതാബു തൗഹീദ് എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൗഹീദിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഷിർക്കിൻ്റെ വകഭേദങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ കൃത്യമായ മറുപടി ഈ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് ഇത് വായിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കിതാബു തൗഹീദ് വായിക്കുക, അത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും വായിക്കുക, അതൊരു സുന്നത്താണ് എന്ന നിലയ്ക്ക് നമ്മളതിനെ മനസ്സിലാക്കുകയും ചെയ്യരുത്. ഒരു പക്ഷേ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി തിരുത്തൽ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ അത് വായിച്ച് പൂർത്തീകരിച്ച് വീണ്ടും ഓതുക, അങ്ങനെ പാരായണം ചെയ്യുന്നതിന് അല്ലെങ്കിൽ വായിക്കുന്നതിന് പ്രത്യേകിച്ച് പുണ്യം കിതാബു തൗഹീദ് വായിക്കുന്നതിന് പുണ്യം ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മറിച്ച് തൗഹീദിൻ്റെ പഠനം നിലച്ചു പോകരുത്. അതിന് നമ്മളെ ഏറെ സഹായിക്കുന്ന വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം കിതാബു തൗഹീദ്, അതിൻ്റെ പഠനം നമ്മൾക്ക് ഏറെ സഹായകമാകും എന്നാണ് ഷെയ്ഖ് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളതിൻ്റെ
ചുരുക്കം തൗഹീദ് പഠിക്കുക, പ്രത്യേകിച്ചും കിതാബ് തൗഹീദിൻ്റെ പഠനം ആരംഭിക്കാത്തവർ ആരംഭിക്കുക, പഠിച്ചു കഴിഞ്ഞവർ വീണ്ടും അത് വായിക്കുക, മറ്റുള്ളവർക്ക് വായിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. കിതാബ് തൗഹീദിൻ്റെ പഠനം നമ്മൾ നടത്തണം. ഇന്ന് ധാരാളം സംവിധാനങ്ങൾ അതിനുണ്ട്. നിലവിൽ ആ ഗ്രന്ഥം മലയാളത്തിൽ തന്നെ അത് പൂർണ്ണമായി എടുത്തിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ദർസുകൾ നമ്മൾക്ക് ലഭ്യമാണ്. അറബിയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പഠനം നമ്മൾ നിർത്തരുത്, അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു അതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.